ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു. അങ്ങനെ പ്രഗ്നന്റ് ആയപ്പം ഭയങ്കര ഇമോഷണലി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോയിൽ ഇവള് കരയുമ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചോണ്ടാണല്ലോ അച്ഛത് പോട്ടെ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും പറയുന്നത് ഡാനി എന്തൊരു ആളാണ്, ഡാനിക്ക് അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാവത്തില്ല. ഞാനിവിടെ കരയാൻ പറ്റത്തില്ലല്ലോ. ഞാനിവിടെ ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് മെന്റലി പിന്നെയും ഡൗൺ ആവത്തല്ലേ ഉള്ളൂ. നമ്മള് നോർമലി വീഡിയോ ചെയ്യുന്ന കണക്കങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അവള് കരഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് നമ്മള് നോർമലി ചെയ്യുന്നല്ലോ. പക്ഷെ ആൾക്കാരെങ്ങനെ വിചാരിക്കും പ്രതീക്ഷയില്ല. സീറോ പ്രതീക്ഷയായിരുന്നു അതില്. ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം നമ്മൾ ഹാഫാണ് കരഞ്ഞൊരു പോർഷനും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ. പക്ഷെ ആൾക്കാരും അത് ഉൾക്കൊണ്ടില്ല. നമ്മൾ കരയുന്ന അതിന്റെ ഏറ്റവും ലാസ്റ്റില് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത് എല്ലാവരും ചിരിച്ചു കളിച്ചിരിക്കുന്നൊക്കെ സീനൊക്കെ ഉണ്ട്. അതൊന്നും ആരും റിവ്യൂ ഇത് ചെയ്തില്ല, റിയാക്ട് ചെയ്തില്ല. ആ ഒരു പോർഷൻ മാത്രം ഈവൻ റിയാക്ട് ചെയ്തവര് പോലും ഈ ഹാഫ് പോർഷൻ മാത്രമേ എടുത്തോളൂ, ബാക്കിയൊന്നും ആരും എടുത്തില്ല. അപ്പം ഒരുപാട് പേര് അങ്ങനെ നെഗറ്റീവ് രീതിയിൽ എടുത്തെങ്കിലും ശരിക്കും രണ്ടാമത് സെക്കൻഡ് ബേബി പെട്ടെന്ന് തന്നെ വരുന്നത്. അതായത് നീനു ബേബി ഒന്നര വയസ്സായപ്പോൾ തന്നെ അടുത്ത ആള് വരുന്നു. അപ്പം അതിൽ പെട്ടെന്ന് അച്ഛനിപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ശരിക്കും ഉണ്ടായിരുന്നൊരു റിയാക്ഷൻ എന്തായിരുന്നു? എന്റെ ശരിക്കുള്ള റിയാക്ഷൻ തന്നെയാണ് ആ വീഡിയോയിൽ കണ്ടത്. എനിക്ക് പ്രഗ്നന്റ് ആയതിലുള്ള പ്രശ്നമായിരുന്നില്ല. എനിക്ക് നീനു ബേബി ഉണ്ട്. അപ്പൊ അവളെ എനിക്കൊരു 2 years വരെ ഫീഡ് ചെയ്യണം, അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു കൊണ്ടുപോകണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പം പല ആൾക്കാർ പല ചോദ്യങ്ങൾ കൊണ്ടുവരാം. പക്ഷേ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അത് പല വീഡിയോയിലും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് സയൻറ്റിഫിക്കലി കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഭയങ്കര ഇമോഷണലി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പം അത് വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അല്ല. എനിക്ക് നീനു ബേബീനെ ഒരു കെയർ ചെയ്ത് അവളൊരു വളർച്ച വരെ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ആ വീഡിയോയിൽ ഇവള് കരയുമ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചോണ്ടാണല്ലോ അച്ഛത് പോട്ടെ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും പറയുന്നത് ഡാനി എന്തൊരു ആളാണ്, ഡാനി അച്ചു കരഞ്ഞോണ്ടിരിക്കുമ്പം ഡാനി ഇങ്ങനെ ചിരിച്ച് ഇതായിട്ട് ഡാനിക്ക് അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാവത്തില്ല. ഞാനിവിടെ കരയാൻ പറ്റത്തില്ലല്ലോ. ഞാനിവിടെ ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് മെന്റലി പിന്നെയും ഡൗൺ ആവത്തല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ തിരിച്ച് വെൽക്കം ചെയ്യാണ് ചെയ്തത്. പറഞ്ഞ് പോട്ടെ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വെൽക്കം ചെയ്തതാണ്. പക്ഷെ ആൾക്കാരത് വേറെ പല രീതിയിൽ അത് തിരിച്ചു മാറ്റിയെടുത്ത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ, അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്ന് എന്താണ് ഡിഷ്, അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആ ഒരു സ്വീറ്റ് ഇന്ന് എന്താണ് ഉണ്ടാക്കി തരേണ്ടത്, അച്ചു ഇത് ഉണ്ടാക്കി തരും അങ്ങനെ ചോദിക്കുന്നവർ. അപ്പം അത് ശരിക്കും എന്നും ഡാനി ചേട്ടൻ അങ്ങനെ ആണോ ചോദിക്കാറുണ്ടോ? അത് കണ്ടന്റിന് വേണ്ടി അങ്ങനെ തുടങ്ങിയതാണോ? അല്ല, നമ്മൾ ഇവള് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ചുമ്മാ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ക്യാമറ കൊണ്ട് ചെന്ന് ഷവർമ ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചതാ. അത് പെട്ടെന്ന് കയറി ഒരു 5 million ആൾക്കാർ, അതിലൂടെയാണ് തുടക്കം. അതിൽ നിന്നാണ് റീച്ച് കയറി വന്നത്. പിന്നെ നമ്മളൊക്കെ കൊതി തോന്നുന്ന കാര്യങ്ങൾ പറയേണ്ടടുത്ത് അത് നമ്മള് അപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്.